ഉമേഷ്, രാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. വോട്ടർമാരെ നേരിൽ കാണാൻ അവരോട് സംസാരിക്കാനായി ഇറങ്ങിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് അവിടുത്തെ വിവരങ്ങൾ. നേരത്തെ എറണാകുളം ജില്ലയിലും സ്ഥാനാർത്ഥികൾ അവരുടെ പര്യടനം ഇന്ന് തുടങ്ങുകയാണ്. എറണാകുളം പാർലമെൻറ്റ് മണ്ഡലം സ്ഥാനാർത്ഥി KJ ഷൈൻ ഇന്ന് പാലാരിവട്ടത്ത് നിന്നാണ് അവരുടെ പര്യടനം തുടങ്ങുന്നത്. വോട്ടർമാരെയൊക്കെ നേരിൽ കണ്ട് പിന്തുണ തേടും. ഒപ്പം ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലം സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് അദ്ദേഹത്തിൻ്റെ പര്യടനം ഇന്ന് തുടങ്ങുന്നത് കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്നാണ്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ കുന്നത്തുനാട് മണ്ഡലത്തിലാണ്. കുന്നത്തുനാട് മണ്ഡലത്തിൽ അമ്പലമുകളിൽ ഈ BPCLൻ്റെ സമീപത്ത് നിന്നാണ് അദ്ദേഹത്തിൻ്റെ പര്യടനം തുടങ്ങുന്നത്. കുന്നത്തുനാട് മണ്ഡലത്തിൽ രാവിലെ തന്നെ അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. ഇവിടെയുള്ള തൊഴിലാളികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അദ്ദേഹത്തെ സ്വീകരിക്കാനായി നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങളിലേക്ക് പോകാം. MLA അടക്കം കുന്നത്തുനാട് MLA PV ശ്രീനിജൻ ഉൾപ്പെടെ പ്രവർത്തകരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ പര്യടനം തുടങ്ങിയതാണ്. നമുക്കപ്പം MLA ചേരും. ഇപ്പോൾ സ്ഥാനാർത്ഥി ഇവിടേക്ക് വരികയാണല്ലോ. ഇവിടെ നിന്നാണ് ഇന്ന് പര്യടനം തുടങ്ങുന്നത്. എങ്ങനെയാണ് പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ്? MLA ഉൾപ്പെടെ രാവിലെ തന്നെ എത്തി ഇവിടെ. അത് നമ്മുടെ കേരളത്തിലെ മുഴുവൻ നിയോജകമണ്ഡലങ്ങളിലും പ്രവർത്തകർ മുഴുവൻ ആവേശത്തിലാണ്. കാരണം ഈ വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കേരളത്തിലെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. വർഗീയതയ്ക്കെതിരെ കേരളത്തിലെ വലിയൊരു വികാരം, കേരളത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വികാരം ഇന്നുണ്ട്. അപ്പോൾ അതെല്ലാം പ്രതിഫലിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ചാലക്കുടി മണ്ഡലത്തിൽ രവീന്ദ്രനാഥ് ആയപ്പോൾ ഞങ്ങളുടെ എല്ലാം ആവേശം വളരെ ഇരട്ടിയാണ്. കാരണം ഇത്രയും ലാളിത്യമുള്ള, ഇത്രയും കഴിവുള്ള, കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. 5000 കോടിയിൽ പരം രൂപ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചെലവഴിക്കുകയും അതുവഴി ഏകദേശം 12 ലക്ഷം കുട്ടികളാണ് സ്വകാര്യ മേഖലയിൽ നിന്ന് സർക്കാർ സ്കൂളിലേക്ക് വന്നത്. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവുറ്റ നേതൃത്വമാണ്. ആ നേതൃത്വപരമായിട്ടുള്ള കഴിവ് ചാലക്കുടി മണ്ഡലത്തിലൂടെ പ്രത്യേകിച്ച് കുന്നത്തുനാട്ടിലേക്ക് കൂടുതൽ വികസനം വരുമെന്നുള്ളൊരു ആവേശം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. അദ്ദേഹത്തിനെ കാത്താണ് ഇപ്പോൾ തൊഴിലാളികളൊക്കെ വന്നു തുടങ്ങണുള്ളൂ. ഒരു 7:45-8 മണിയാവുമ്പോൾ തൊഴിലാളികളെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രചരണം തുടങ്ങുന്നത്. വലിയ പ്രതീക്ഷയിലാണ് മണ്ഡലത്തിലുള്ള എല്ലാവരും. MLA അത് തന്നെയാണ് പങ്കുവച്ചപ്പോൾ മണ്ഡലത്തിൻ്റെയൊക്കെ ചുമതലയുള്ള CB ദേവദർശൻ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് അദ്ദേഹം വരുന്നതിൻ്റെ വലിയൊരു ആവേശത്തിലാണ് എല്ലാവരും അല്ലേ? പ്രൊഫസർ C രവീന്ദ്രനാഥ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിലാകെ വലിയ ഉണർവും ആവേശമാണുള്ളത്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നല്ല നിലയിൽ മുൻകൈയെടുത്ത ഈ കേരളത്തിൻ്റെ സ്വന്തം മാഷാണ് പ്രൊഫസർ C രവീന്ദ്രനാഥ്. LDF അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി മണ്ഡലമാകെ ആവേശത്തിലാണ്. തൊഴിലാളികൾ, സാധാരണക്കാർ, കൃഷിക്കാർ, വിദ്യാർത്ഥികൾ, അധ്യാപക സമൂഹം, കേരളം മുഴുവൻ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മാഷയുടെ വിജയത്തിന് വേണ്ടിയുള്ള ആവേശത്തിലാണ്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പര്യടന പരിപാടി എങ്ങനെ? കുന്നത്തുനാട് മണ്ഡലത്തിൽ രാവിലെ കുന്നത്തുനാട് മണ്ഡലത്തിൽ അദ്ദേഹം പര്യടനം ആരംഭിക്കും. തുടർന്ന് പെരുമ്പാവൂർ മണ്ഡലത്തിലേക്ക് പോകും. 4 മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ കാണുക, ചുറ്റുവട്ടവും പോയി ആളുകളെ സന്ദർശിക്കുക, ഇതാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ചാലക്കുടി മണ്ഡലത്തിന് വലിയ ചരിത്രമില്ല. 2009 ചാലക്കുടിയെ മാറിയത്. അതിനുശേഷം ഇരു മുന്നണികളെയും മാറി മാറി പിന്തുണച്ചിട്ടുമുണ്ട്. ആ നിലയിൽ വലിയ പ്രതീക്ഷ അല്ലേ? ചാലക്കുടി മണ്ഡലം ഇന്നസെൻറ്റിൻ്റെ വിജയത്തിലൂടെ ചരിത്രപരമായ കടമ നിർവഹിച്ച മണ്ഡലമാണ്. നല്ല രാഷ്ട്രീയ പോരാട്ടം നടത്തിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാവുന്ന മണ്ഡലമാണ്. കേരളത്തിലാകെ നല്ല തരംഗമുണ്ടാക്കിയ വിജയമായിരുന്നു ഇന്നസെൻറ്റിൻ്റെ വിജയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. ചാലക്കുടി മണ്ഡലം ഇന്നസെൻറ്റിനെ വിജയിപ്പിച്ചതുപോലെ തന്നെ C രവീന്ദ്രനാഥിനെ വിജയിപ്പിക്കും. തീർച്ചയായും അതാണ് അദ്ദേഹം പങ്കുവച്ചത്. എങ്ങനെയാണ് ഇന്നസെൻറ്റിനെ ചാലക്കുടി പിന്തുണച്ച് വിജയിപ്പിച്ചത്, അതേ രീതിയിൽ തന്നെ പ്രൊഫസർ C രവീന്ദ്രനാഥിൻ്റെയും വിജയം സുനിശ്ചിതമാണ് എന്നാണ് ഇവിടെയുള്ള എല്ലാവരും പറയുന്നത്. സ്വാഭാവികമായും സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ചത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഒരു പടി മുന്നിലാണ് ഇടതുപക്ഷം ഈ പ്രചാരണ രംഗത്ത്. മറ്റ് മുന്നണികൾ സ്ഥാനാർത്ഥികൾ ചിത്രത്തിൽ വരുന്നതേ ഉള്ളൂ. ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ C രവീന്ദ്രനാഥിൻ്റെ പര്യടനം ചാലക്കുടി മണ്ഡലത്തിൽ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പര്യടനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുക. രാവിലെ 10 മണി വരെ അദ്ദേഹം ഈ കുന്നത്തുനാട് മണ്ഡലത്തിൽ വിവിധ ഇടങ്ങളിൽ വോട്ടർമാരെ നേരിൽ കാണും. അതിനുശേഷം പെരുമ്പാവൂരിലേക്ക് അദ്ദേഹം പോകും. ഉച്ചയ്ക്ക് ശേഷം
ഈ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള മറ്റ് 2 മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ ആലുവ, അങ്കമാലി എന്നിവിടങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷമാവും അദ്ദേഹത്തിൻ്റെ പര്യടനം നടത്തുക. ഈ ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുമ്പോൾ എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന പാർലമെൻറ്റ് മണ്ഡലമാണ്. എറണാകുളം ജില്ലയിലെ 4 നിയമസഭാ മണ്ഡലങ്ങളും തൃശ്ശൂർ ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളും. അതിൽ എറണാകുളം ജില്ലയിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായി പര്യടനം നടത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം ആലുവ, അങ്കമാലി ഭാഗത്ത് പര്യടനം നടത്തും. നാളെ ആയിരിക്കും അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലുള്ള ചാലക്കുടി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുക. അതേസമയം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ അവർ ഇന്ന് എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെടുന്ന എറണാകുളം മണ്ഡലത്തിൽ തന്നെയാണ്, സിറ്റി ഭാഗത്ത് തന്നെയാണ് അവരുടെ പ്രചരണം ഇന്ന് രാവിലെ ആരംഭിക്കുക. 8:30 പാലാരിവട്ടത്ത് എത്തിച്ചേരും. അതിനുശേഷം ആ ഭാഗത്തുള്ള വോട്ടർമാരെയും സ്ഥാപനങ്ങളുമൊക്കെ നേരിൽ സന്ദർശിച്ച് ഉച്ചയ്ക്ക് ശേഷം വൈപ്പിൻ മണ്ഡലത്തിലായിരിക്കും എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ പര്യടനം നടക്കുക. ഈ തരത്തിൽ ഇടതുമുന്നണി ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായ സാഹചര്യത്തിൽ വലിയ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാവരും തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ പ്രചാരണ പരിപാടികൾ, പര്യടന പരിപാടികൾ ആരംഭിക്കുകയും ചെയ്യുകയാണ്. കീർത്തി.